നമുക്ക് അജയുടെയും ഭൂമിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഭൂമി ഷോപ്പ് അന്നത്തെ ദിവസം താമസിച്ച് അടയ്ക്കാൻ തീരുമാനിച്ചു. കാരണം പൈസയ്ക്ക് കുറെ ആവശ്യമുണ്ട്. അച്ഛന്റെ സർജറിയും കാര്യങ്ങളൊക്കെ നടക്കണം. എല്ലാത്തിനും കാര്യങ്ങൾ നടക്കണമെങ്കിലും പൈസയ്ക്ക് പൈസ തന്നെ വേണ്ടേ? ആ സമയത്താണ് അച്യുതന്റെ കോൾ വരുന്നത്. അച്യുതൻ വിളിച്ചിട്ട് വെച്ചു, മോളെ ഇതെന്താ നീ ഇതുവരെയായിട്ട് വരാത്തേന്ന് ചോദിച്ചു. അച്ഛാ, ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടേ വരുള്ളൂ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഷോപ്പ് അടയ്ക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. മോളെ അത്ര സമയമൊന്നും ഇരിക്കേണ്ട കാര്യമില്ല, മോള് പോരാൻ പറഞ്ഞു. അതൊന്നും സാരമില്ല അച്ഛാ എന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്തു. പിന്നീട് ലക്ഷ്മിയും പറഞ്ഞു വിട്ടു, ഞാൻ ഷോപ്പ് അടച്ചിട്ട് പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞു. ലക്ഷ്മി പറഞ്ഞു, അധികം സമയം ഇരിക്കേണ്ട കാര്യമുണ്ടോ ഭൂമി? അതൊന്നും സാരമില്ല, ചേച്ചി പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു 10-11 മണി വരെ ഇരിക്കാന്നാണ് കരുതിയത്. ഈ സമയത്ത് അജയ് സ്റ്റേഷനിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. അജയ് അന്ന് കുറെ ലേറ്റ് ആയിട്ടാണ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഭൂമി ഷോപ്പ് അടച്ചിട്ടില്ലെന്ന് മനസ്സിലാകുന്നേ. പെട്ടെന്ന് അജയ് അങ്ങോട്ട് വന്നു. ഇതെന്താ ഇന്ന് ഷോപ്പ് അടച്ചില്ലേന്ന് ചോദിച്ചു. ഷോപ്പ് അടച്ചില്ല, കുറച്ച് താമസിച്ച് അടയ്ക്കാന്ന് വിചാരിച്ചു, പൈസക്കൊക്കെ കുറെ ആവശ്യം ഉണ്ടേന്ന് പറഞ്ഞു. അങ്ങനെ അജയ് അവിടെ നിൽക്കുന്ന സമയത്ത് ഭൂമി പോയി ഷോപ്പ് അടച്ച് കഴിഞ്ഞപ്പോഴത്തേനും അജയ് വെച്ച് ഇനി എങ്ങനെ പോകും? അതെ, ഏതെങ്കിലും ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോകാൻ കരുതിയിരിക്കുന്നത്. എങ്കിലും ഒരു കാര്യം ചെയ്യാം, താൻ എന്റെ ബൈക്കിലേക്ക് കയറിക്കോ, ഞാൻ തന്നെ വീട്ടിൽ കൊണ്ടേ ആക്കാന്ന് പറഞ്ഞു. ഭൂമി ഒരു അന്താളിപ്പോട് കൂടി അജയനെ നോക്കുവാണ്. എന്നെ കൊണ്ടേ ആക്കാന്നോ? അതേനെ കൊണ്ടേ ആക്കാന്ന് പറഞ്ഞു. വേണ്ട, അത് സാറിന് ബുദ്ധിമുട്ടാവും, സാറ് പോയിക്കോ, ഇവിടുന്ന് അങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ കിട്ടും, ഞാൻ ഓട്ടോയ്ക്ക് പോയിക്കോളാന്ന് പറഞ്ഞു. പക്ഷെ അജയ് സമ്മതിച്ചില്ല. കാരണം ഭൂമിയാവളുടെ പെൺകുട്ടി ഈ സമയത്ത് നടന്നുപോയി ഓട്ടോറിക്ഷ വിളിക്കാന്ന് പറഞ്ഞാലേ അത്ര ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. ഒടുവിൽ അജയുടെ നിർബന്ധത്തിന് വഴങ്ങി ഭൂമി ബൈക്കിന് പിന്നിലേക്ക് കയറി. അങ്ങനെ അജയോടൊപ്പം ഭൂമി സഞ്ചരിക്കുന്ന സമയത്ത് ഭൂമിക്ക് ഒരു കാര്യം മനസ്സിലായി. അജയ് ആള് പാവാണ്, ഈ പുറമേ കാണുന്ന ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെ ഓരോ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് അജയോട് ഭൂമി പറഞ്ഞു, ഞാൻ സാറിനോട് ഒരു കാര്യം പറയട്ടെ. എന്താ? ഈ സാറ് പുറമേ കാണിക്കുന്ന ഈ ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. സാറിന്റെ മനസ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാവം പിടിച്ചൊരു കുഞ്ഞിന്റെ മനസ്സ് പോലെയാന്ന് പറഞ്ഞു. എന്റെ മനസ്സോ എന്ന് നിന്നോട് ആര് പറഞ്ഞു? എനിക്കറിയാം. അതെ, ഞാനിങ്ങനെ കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പുറമെ ഇങ്ങനെ വലിയ ദേഷ്യം അഭിനയിച്ചു നടക്കും, ആർക്കും പിടികൊടുക്കത്തില്ല. പക്ഷേ അവരുടെ മനസ്സിന്റെ നിഷ്കളങ്കത നമുക്ക് എല്ലാവർക്കും ഒന്നും മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ ചിലരുടെ മനസ്സൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ വളരെ സത്യമായിട്ടുള്ള കാര്യമല്ലേന്ന് ചോദിച്ചു. അജയൊന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും ഭൂമി പറഞ്ഞു, എന്താണെങ്കിലും അജയ് സാറിന്റെ കല്യാണമല്ലേ വരാൻ പോന്നേ. അജയ് സാറിന്റെ വീട്ടിലെ പലഹാരങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്നെ മുത്തശ്ശി പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. വീട്ടിലത്തെ പലഹാരങ്ങളെ ഒക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്റെ ഡ്യൂട്ടിയാന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അജയ് ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഭൂമിക്ക് തുടർന്ന് പഠിച്ചുകൂടെന്ന് ചോദിച്ചു. പഠിത്തം അതൊക്കെ പൈസ ഉള്ളവർക്ക് പറഞ്ഞിട്ടിരിക്കുന്ന കാര്യമല്ലേ അജയ് സാറേ, എനിക്കതൊന്നും പറഞ്ഞിട്ടുള്ളതല്ലെന്ന് പറഞ്ഞു. അതെന്താ? അതെ, അച്ഛനും അമ്മയും ഞാനും അടങ്ങിയ ഞങ്ങളുടെ കൊച്ചു കുടുംബം, ആ കുടുംബത്തിന്റെ ഇപ്പൊ ഏക വരുമാനം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഷോപ്പ് മാത്രമാണ്. അപ്പൊ പിന്നെ ആ ഷോപ്പോടെ ഇല്ലെങ്കിലേ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകത്തില്ല. അടുപ്പ് പുകയണ്ടേ, അതിനു വേണ്ടിയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. പഠിക്കണേ കുറെ പൈസയും കാര്യങ്ങളൊക്കെ വേണം. ആ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ പഠനം വേണ്ടാന്ന് വെച്ചെന്ന് പറഞ്ഞു. അജയ്ക്കറിയാൻ നല്ല ബുദ്ധിയുള്ളവളാണ് ഭൂമി എന്നുള്ള കാര്യം കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. അങ്ങനെ അവർ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് പോകുക. ടൗണിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന സമയത്താണ് അഞ്ജന ആ കാഴ്ച കാണുന്നത്. അജയും ഭൂമിയും കൂടെ അല്ലേ? ഭൂമി പിന്നിലിരിക്കുന്നു, അജയ് ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ താന് മനസ്സിൽ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ. അവള് തന്നെ വെല്ലുവിളിക്കുന്ന പോലെ പറഞ്ഞതാ, അവൾക്ക് അജയനെ ഇഷ്ടമാണ്, അവര് തമ്മിൽ വിവാഹം കഴിക്കുന്നു. അപ്പൊ ഇനി ഇതായിരുന്നോ അജയുടെ മനസ്സിലിരിപ്പ്? ഓഹോ, അപ്പൊ അവളെ സ്വന്തമാക്കാനായിട്ടാ അവനും അവളും കൂടെ വിവാഹം കഴിക്കാനിരിക്കുക. അപ്പൊ അജയ് തനിക്ക് വാക്ക് തന്ന വെറുതെയാണ്, ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോ അഞ്ജനയ്ക്ക് സഹിച്ചില്ല. അഞ്ജനയ്ക്ക് അങ്ങനെ നേരം കാലമൊന്നും ഇല്ല പുറത്തിറങ്ങാനായിട്ട്. അഞ്ജന ഏത് പാതിരാത്രിയിലും പുറത്തോട് ചുമ്മാ ഉല്ലസിച്ച് നടക്കുന്ന ഒരു സ്വഭാവമുണ്ട്. വേറെ പണിയൊന്നുമില്ല, ഇഷ്ടം പോലെ പൈസയുണ്ട്, അപ്പൊ പിന്നെ ചെലവാക്കിക്കൊണ്ട് നടക്കാലോ. പക്ഷെ ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോ അഞ്ജനയ്ക്ക് ഒട്ടും സഹിച്ചില്ല. അഞ്ജന പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരികെ പോരുവാണ്. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, ഇന്നിങ്ങോട്ടേക്ക് അജയ് വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നൊരു ചിന്തയായിരുന്നു. ആ സമയത്ത് ഭൂമിയെ കൊണ്ട് അജയ് വീട്ടിലെത്തി. ഭൂമിയുടെ വീട്ടില് അച്യുതനൊക്കെ അക്ഷമയോട് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഭൂമി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഒരു ശ്വാസം നേരെ വീണേ. കാരണം പേടിയാണ്, എന്തേലും ആപത്ത് സംഭവിക്കുമെന്നൊരു ഭയം. ആരെങ്കിലും അപകടപ്പെടുത്തുവോ, ഭവാനി വെറുതെ ഇരിക്കില്ല എന്നുള്ള കാര്യം അച്യുതന് നന്നായിട്ടറിയാം. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേനും ഭൂമി അജയോട് പറഞ്ഞു, അജയ് സാറെ വീട്ടിൽ കയറിയിട്ട് വാ, ചായ കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇപ്പൊ തന്നെ ലേറ്റ് ആയെന്ന് പറഞ്ഞു. ആ സമയം അംബിക പറഞ്ഞു, വാ സാറെ അകത്ത് കയറി ഇരുന്നിട്ട് വാ. അതൊന്നും വേണ്ട, പിന്നീട് ഒരിക്കലാവും. പിന്നെ
ഭൂമി ലേറ്റ് ആയിട്ടാ കടയടച്ചേ, അതുകൊണ്ട് പിന്നെ ഭൂമി ഇവിടം വരെ കൊണ്ടുവിടാന്ന് വിചാരിച്ചെന്ന് പറഞ്ഞു. എങ്കിൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് യാത്ര വെച്ച് അജയ് അങ്ങോട്ട് പോയി. അപ്പോഴേക്കും അച്ഛന്ന് ചോദിച്ചു, എന്താ ഭൂമി ഇത്? നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ നേരത്തെ കാലത്ത് ഷോപ്പ് അടച്ചിട്ട് വരണമെന്ന്. അച്ഛാ, അതെ, ചെലവ് കൂടിക്കൂടി വരുമല്ലേ, അപ്പൊ പിന്നെ ഷോപ്പ് നേരത്തെ അടച്ച് വീട്ടിൽ വന്നിരുന്നിട്ട് എന്താവാനാ? ഇതേ 10 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്ര ആയില്ലെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അച്ഛൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. അച്ഛനും പറഞ്ഞു, ശരിക്കും പറഞ്ഞാല് പഠിച്ച് നടക്കേണ്ട പ്രായം എൻ്റെ കുട്ടി, എന്നിട്ടോ നിന്റെ കാര്യങ്ങളൊന്നും നോക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ലോ. നിന്നെ നേരെ ചൊവ്വൊന്ന് പഠിപ്പിക്കാൻ പോലും പറ്റിയില്ലോ. ഓ, തുടങ്ങി എൻ്റെ അച്ഛൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എനിക്കങ്ങനെ പഠിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നും ഇല്ലെന്നേ. അല്ലേലും ഇനിയിപ്പൊ പഠിച്ച് ഞാൻ വലിയ കളക്ടറാൻ പോകുന്നുണ്ടോ? അതൊന്നും ഇല്ല. അച്ഛൻ അന്ന് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ഭൂമി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും അച്യുതന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അച്യുതൻ അമ്പയോട് പറഞ്ഞു, കണ്ടില്ലേ, എൻ്റെ മോളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഇതിങ്ങനെ പോയാൽ എവിടെ ചെല്ലുമെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ മോളെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് ഇപ്പം നല്ല പേടിയുണ്ട് അമ്മികയെ. അങ്ങനെ എന്തെങ്കിലും നഷ്ടപ്പെടുമെന്നൊരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുക പോലും ഇല്ല. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പുറം. അവളെ നഷ്ടപ്പെടുമെന്നൊരു സാഹചര്യം വന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, അവളെയും കൂടി നമുക്ക് ഇവിടുന്ന് പോവാം, നമുക്ക് നാട് വിടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്പിക പറഞ്ഞു, എന്തൊക്കെ അച്യുതേട്ടാ പറയണേ? നാട് വിടാനോ? അതത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ? അതിന് അവള് സമ്മതിക്കും തോന്നുന്നുണ്ടോ? ഒരു ഷോപ്പിട്ട് 10 രൂപ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയം വേറൊരിടത്ത് എന്ന് ഷോപ്പൊക്കെ ഇട്ട് ഇങ്ങനെ വരുമാനമൊക്കെ ആയി വരാൻ കുറെ സമയം പിടിക്കും. നമ്മൾ എങ്ങനെ ജീവിക്കും എന്ന് ഓർത്താ? അതൊന്നും എനിക്ക് അറിയില്ല അമ്പികയെ. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, എനിക്ക് എൻ്റെ മോളെ നഷ്ടപ്പെടാൻ പാടില്ല. എൻ്റെ മോളെ നഷ്ടപ്പെട്ട എനിക്ക് പിന്നെ ജീവനില്ലാന്ന് തന്നെ കൂട്ടിയാൽ മതി. അതെ, മോളെ കൊണ്ടുപോകാനായിട്ട് ഏത് സമയത്ത് എപ്പോഴെങ്കിലും ആരെങ്കിലും വരുമോന്നൊരു ഭയം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. കാരണം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. അതൊക്കെ പറഞ്ഞിട്ട് അച്യുതനകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അച്യുതനാണെങ്കിലോ വല്ലാത്തൊരു ടെൻഷനായിരുന്നു. ഈ സമയം അജയ് വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേനും അക്ഷമയോടെ കാത്തു നിൽക്കുകയാണ് അവിടെ അഞ്ജന. അജയ് ചെന്ന് കഴിഞ്ഞപ്പോൾ അഞ്ജന ചോദിച്ചു, അല്ല അജയ് ഇത്ര സമയത്ത് എവിടെ ആയിരുന്നു? എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഡ്യൂട്ടി ഉണ്ടായിരുന്നോ അതോ അവളോടൊപ്പം കറങ്ങാൻ പോയോ? ആ ഭൂമി എന്ന് പറയുന്നവളോടൊപ്പം? ഓ, അപ്പൊ അതാണോ നിന്റെ സംശയം എന്ന് ചോദിച്ചു. അതെ, സത്യം പറ, അജയ് അവളോടൊപ്പം കറങ്ങാൻ പോയതായിരുന്നല്ലോ. അതെ, കറങ്ങാൻ പോയതായിരുന്നു. എന്നാ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പൊ അജയുടെ മനസ്സിൽ ഒരു ദേഷ്യം കിടപ്പുണ്ട്. തനിക്ക് ഇവളെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടും ഇവളെല്ലാവരുടെ മുന്നിൽ തനിക്ക് ഇഷ്ടമാ, തങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാ, രണ്ടുപേരും തമ്മിൽ വിവാഹം കഴിച്ചില്ലേ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് പിടിപ്പിച്ചവളാണ്. അപ്പൊ അന്നോട്ടെ ഓങ്ങി വെച്ചിരിക്കുന്നതാണ്. ഈ സമയത്ത് അഞ്ജന പറഞ്ഞു, അജയ് അവളോടൊപ്പം ഞാൻ അജയനെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഈ ജന്മത്തിൽ നടക്കില്ല, അവളുമായിട്ടൊരു റിലേഷൻഷിപ്പ്. അവളെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അജയ്ക്ക് ചിരി വന്നു. അജയ്ക്കൊരു പുതിയ അറിവായിരുന്നു ഇങ്ങനെയൊരു സംശയം ഇവളുടെ മനസ്സിലുണ്ടെന്ന്. പെട്ടെന്ന് അജയ് പറഞ്ഞു, അതെ, എനിക്ക് അവളെ ഇഷ്ടമാണ്, അവളെ വിവാഹം കഴിക്കാനും ഇഷ്ടമാണ്. ചിലപ്പോൾ ഞങ്ങൾ കല്യാണം കഴിച്ച് ഒരുമിച്ച് താമസിക്കും. നിനക്ക് നിന്റെ ഇഷ്ടമല്ലേ, അതുപോലെ എനിക്ക് എന്റേതായ ഇഷ്ടമുണ്ട്. അതിപ്പോ എല്ലാം നിന്നോട് പറയേണ്ട കാര്യമുണ്ടോ? അതും പറഞ്ഞിട്ട് അജയ് അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല അപ്പുറം വരുന്ന അഞ്ജനയ്ക്ക്. ഓഹോ, അപ്പൊ അവളുമായിട്ട് ചേർന്ന് തന്നെ ഇൻസൾട്ട് ചെയ്യാനുള്ള പുറപ്പെടാം. ഇതങ്ങനെ വെറുതെ വിടത്തില്ല, നാളെ നേരം വെളുത്തോട്ടെ, എല്ലാവരും താൻ പറയും അജയനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മനസ്സിനറിയും. ഈ സമയത്ത് അജയ്ക്ക് സന്തോഷം തോന്നി. അഞ്ജനയ്ക്കിട്ടൊരു പണി കൊടുക്കാൻ തോന്നിയില്ല. ഭൂമിയായിട്ട് ഇഷ്ടത്തിലാന്ന് വിചാരിച്ചോണ്ടിരിക്കുക. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണ് കാര്യങ്ങൾ കുറച്ച് എളുപ്പമാണ്. ഇവളുമായിട്ടുള്ള വിവാഹം എങ്ങനെയും മുടങ്ങിപ്പോയാൽ മതിയായിരുന്നു. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ അഞ്ജന മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് കാര്യങ്ങൾ പറയാണ്. സ്വാഭാവികം മുത്തശ്ശിയുടെ അടുത്ത് എന്നിട്ട്, അജയ് ഇപ്പൊ എപ്പോഴും ഏത് സമയം നോക്കിയാലും ആ ഭൂമിയോടൊപ്പം കറക്കം. ഇന്നലെ രാത്രി താമസിച്ച വന്നേ, അവളോടൊപ്പം കറങ്ങാൻ പോയതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തലുകളൊക്കെ നടത്തുവാണ്. ആ സമയത്ത് അജയ് അങ്ങോട്ടേക്ക് വന്നേ. അജയുടെ മുത്തശ്ശി കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. അപ്പോഴേക്കും അജയ് പറഞ്ഞു, മുത്തശ്ശി അവളൊരു പാവം കുട്ടിയാ, അവളുടെ കാര്യങ്ങളൊക്കെ മുത്തശ്ശിക്ക് അറിയാവുന്നതല്ലേ, ഇനിയിപ്പൊ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അതേടാ, എനിക്കറിയാം. അതുകൊണ്ട് ഇവള് പറഞ്ഞൊന്നും ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല. എനിക്ക് അവളെ അറിയാമെന്ന് പറഞ്ഞു. അവളങ്ങനെ ചുറ്റും നടക്കുന്നൊരു പെൺകുട്ടിയല്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അജയ് പറഞ്ഞു, അതെ മുത്തശ്ശി, ഇന്നലെ അവൾക്ക് ഞാൻ ലിഫ്റ്റ് കൊടുത്തേ ഉള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ ഇതൊന്നും കേട്ടിട്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അഞ്ജനയ്ക്ക്. അജയ് കള്ളത്തരം പറയുന്നതാണ് എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു അഞ്ജനയുടെ മനസ്സിൽ. കാരണം തന്റെ മുഖത്ത് നോക്കി ഭൂമിജ പറഞ്ഞതാണ് അവനെ ഇഷ്ടമാണ്, താൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അവനെ കഴിക്കുള്ളൂ. അപ്പൊ പിന്നെ ഇവൻ കള്ളത്തരം പറയുന്ന. ഈ സമയത്ത് ഭവാനി പറഞ്ഞു, അമ്മേ, ഇനി അധികം താമസിക്കേണ്ട, വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ എൻഗേജ്മെന്റ് നടത്തണം. അല്ല, ഇനിയിപ്പം അത് നീട്ടിക്കൊണ്ടു പോകുന്ന കാര്യമില്ലെന്ന് പറഞ്ഞു. അത് കേട്ടതും സൗഭാഗ്യം മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ, അല്ലെങ്കിൽ നീട്ടിക്കൊണ്ടു പോകാനായിട്ട് എനിക്കും താല്പര്യമില്ല. എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്താൻ തന്നെയാ എന്റെ തീരുമാനം. അതിന് തീയതിയും മുഹൂർത്തവും ഒക്കെ ഇനി നോക്കിയാൽ മാത്രം മതി എന്ന് പറഞ്ഞു.
അത് കേട്ടപ്പോൾ ഭവാനിക്കും അഞ്ജനയ്ക്കും ഒക്കെ സമാധാനമായി. പക്ഷെ അജയ്ക്ക് നല്ല ടെൻഷനായിരുന്നു. കാരണം ഇനി എങ്ങാനും വിവാഹം നേരത്തെ എങ്ങാനും അത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇവളെ പോലുള്ള ഒരുത്തിരോട് ജീവിക്കാന്ന് പറഞ്ഞാല് അജയ് ദേഷ്യപ്പെട്ട് ഒന്നും മിണ്ടാതെ അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോഴത്തേനും അഞ്ജന പിന്നാലെ എന്നിട്ട് പറഞ്ഞു, നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? നിന്നെ ഞാൻ വെറുതെ വിടുന്നു? ഒരിക്കലുമില്ല. ഈ ഭൂമി നിന്നെ, ഈ അഞ്ജന നിന്നെ വരിഞ്ഞു മുറുക്കാൻ പോവാ. കണ്ടല്ലോ, ഇനിയിപ്പൊ എനിക്ക് ചുറ്റും മാത്രം നിനക്ക് ഭ്രമണം ചെയ്യാൻ പറ്റുള്ളൂ. ആ ഭൂമി എന്ന് പറയുന്നവളുടെ പിന്നാലെ എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ ഈ അഞ്ജന ആരാ നിന്നെ ഞാൻ കാണിച്ചു തരും. കണ്ടു, ഇപ്പൊ തന്നെ കണ്ടില്ലേ എത്രയും പെട്ടെന്ന് നമ്മുടെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞാൽ മുത്തശ്ശിക്ക് ഇരിക്കുന്നത്. അത് കേട്ടപ്പോ അജയ് പറഞ്ഞു, അതിനെ മുത്തശ്ശി മാത്രം തീരുമാനിച്ചിട്ട് കാര്യമില്ല, ഞാനും കൂടെ തീരുമാനിക്കണ്ടേ? കല്യാണം എത്തിയല്ലോ, അതിനു മുമ്പ് നീ കിടന്ന് അധികം തുള്ളിച്ചാറണ്ട, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാമെന്നും പറഞ്ഞുകൊണ്ട് അജയ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി. ആ സമയം അഞ്ജന മനസ്സിൽ കരുതി, എന്തൊക്കെ വന്നാലും ശരി, അങ്ങനെ ഇവനെ വിട്ടുകൊടുക്കുന്നില്ല. തന്റെ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം. ഈ കുടുംബം, ഇവിടെ ഈ വീടും ഈ സ്വത്തുവകളെല്ലാം സ്വന്തമാക്കണമെങ്കിൽ അജയനെ സ്വന്തമാക്കിയിട്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ വേറൊരു കല്യാണം കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നഷ്ടപ്പെടും എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി. അപ്പൊ സ്വത്തുക്കളാണ് അവളുടെ മെയിൻ ആയിട്ടുള്ളത്, അല്ലാതെ അജയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. അജയോട് അവൾക്ക് ഈ പറഞ്ഞ സ്നേഹവും കാര്യങ്ങളൊന്നുമില്ല. സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ടും തന്റെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ, അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അജയനെ വിവാഹം കഴിക്കാൻ പോലും അവൾ തയ്യാറായിരിക്കുന്നത്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.